ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ജൂലൈ 22 വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ. വിശുദ്ധ മഗ്ദലന മറിയം വളരെ കാര്യമായ രീതിയിൽ യോഹന്നാൻ സുവിശേഷകൻ ഏതാണ്ട് ഒരു അധ്യായത്തിന്റെ ഒരു നല്ലൊരു ഭാഗം മാറ്റി വെച്ചുകൊണ്ട്, അതായത് സെക്കൻഡ് ലാസ്റ്റ് അധ്യായം 21 അധ്യായങ്ങളാണുള്ളത്. അതിൽ 20-ാം അധ്യായത്തിന്റെ ഒരു മുക്കാൽ ഭാഗം എടുത്ത് യോഹന്നാൻ എഴുതുന്നത് മഗ്ദലന മറിയവും ഈശോയെയും കുറിച്ചാണ്. അതിനുശേഷമാണ് ഒരു കാൽഭാഗത്തിലായിട്ട് തോമാസ് ലീഹ ഈശോയെ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ കണ്ടുപിടുന്ന ഭാഗം നമ്മൾ വായിക്കുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കണം യോഹന്നാൻ സുവിശേഷകൻ ഇത്രയും കാര്യമായിട്ട് ഈ സംഭവം വിവരിക്കുന്നത്? യോഹന്നാൻ ഈശോയുടെ ഇഷ്ട ശിഷ്യനെന്ന് സ്വയം വ്യക്തമാക്കുന്ന ആളാണ്. സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. തന്നെ ഈശോ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന യോഹന്നാൻ. അപ്പൊ യോഹന്നാന് വ്യക്തമായിട്ടൊരു കാര്യം ബോധ്യമുണ്ട്. ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ ഞാൻ തന്നെയാണ്. യോഹന്നാൻ അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ചത് ആര് എന്നതിന്റെ മറുപടി യോഹന്നാൻ അല്ല. സത്യത്തില് യോഹന്നാൻ അങ്ങനെ ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ വ്യക്തമായൊരു ബോധ്യമുണ്ട്, അത് മഗ്ദലന മറിയമാണ്. ബൈബിളിൽ സുവിശേഷത്തിൽ നമ്മൾ ഈശോ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ പറയും മറിയവും യോസേപ്പ് പിതാവുമാണ്, കാരണം അപ്പനും അമ്മയുമാണ്. പക്ഷെ നമുക്ക് ആ തിരുക്കുടുംബം എന്ന് പറയുന്നതിന് പുറത്തേക്ക് പോവാം, എന്നിട്ട് ശിഷ്യഗണത്തോടൊപ്പം സഞ്ചരിക്കാം. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാ? കൃത്യമായ സുവിശേഷം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്ന ഒരു വസ്തുത, മഗ്ദലന മറിയമാണ് ഈശോയെ ഇത്രയും സ്നേഹിച്ചത്. ആ ഈശോ നമ്മൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിലൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കുരിശിന്റെ വഴിയിലുടനീളം മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈശോയെ അനുഗമിക്കുന്നത് എന്നുള്ള രംഗം നമ്മൾ കാണുന്നുണ്ട്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയാണ് മഗ്ദലന മറിയം. അമ്മ മറിയത്തോടൊപ്പം വലിയ വേദനയോടുകൂടി കുരിശുമരണം കണ്ടുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ മഗ്ദലന മറിയത്തിന്റെ ഈശോയെ അടക്കം ചെയ്യാൻ പോകുന്ന സമയത്തുള്ള മഗ്ദലന മറിയത്തിന്റെ ഇടപെടലുകളുണ്ട്. നമ്മൾ കാലാകാലങ്ങളായിട്ട് മഗ്ദലന മറിയത്തിന്റെ തിരുനാളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷ ഭാഗം ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കല്ലറയെങ്കിലേക്ക് ആദ്യം പോയ മഗ്ദലന മറിയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ യോഹന്നാൻ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടും യോഹന്നാൻ ഇങ്ങനെ ഡീറ്റെയിലിങ്ങിന്റെ ആളാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ ഈ സിനിമകളിൽ ഡയറക്ടേഴ്സ് ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ സുവിശേഷം എഴുതി പോകുമ്പോൾ കൃത്യമായും പ്ലെയിൻ ആയിട്ടൊക്കെ എഴുതി പോകുന്നതിന് പകരം ഓരോ വാക്കുകളിലും ചില ഡീറ്റെയിൽസ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരാളാണ് യോഹന്നാൻ. ഇവിടെ ഇങ്ങനെ ഈ 20-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ അവൾക്ക് ഉറക്കമില്ല, ഇരുട്ടിനെ പേടിയില്ല. അവൾ അതിരാവിലെ എഴുന്നേറ്റ് പോയിരിക്കുക തൻ്റെ ഗുരുവിനെ കാണാൻ വേണ്ടി. അപ്പൊ അവളുടെ സ്നേഹം ആ ഇരുട്ടിനെയും ഉറക്കത്തെയും ഒക്കെ മറികടക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പുറകോട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉറങ്ങിപ്പോയ പത്രോസിനെയും തണുപ്പത്ത് തീ കായാനിരുന്ന പത്രോസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യന്മാരുടെ റെപ്രസെന്റേറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു ആളാണ് പത്രോസ് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, ഇരുട്ടത്ത് അല്ലെങ്കിൽ തണുപ്പത്ത് തീകായനിരിപ്പുണ്ട്. ഇതൊക്കെ പത്രോസിന് പറ്റാത്ത കാര്യം മഗ്ദലന മറിയം മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്യപ്പെട്ട ഈശോയ്ക്ക് വേണ്ടി ഉറക്കമില്ലാതെ അതിരാവിലെ എഴുന്നേറ്റ് ഇരുട്ടത്ത് കല്ലറയിലേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ സ്നേഹത്തിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം ഇതാണ്, കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടത് കണ്ടപ്പോൾ അവൾ ഓടി ഷിമിയോന്റെ പത്രോസിന്റെ അടുത്ത് നിന്ന് യേശു സ്നേഹിച്ചന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പറയുന്നത് നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന വസ്തുത എന്ന് പറയുന്നത്, തിരികെ വന്ന് നമ്മൾ ആ സുവിശേഷത്തിന്റെ ഇടയ്ക്കുള്ള ഒരു കുറച്ച് ഭാഗം വിടുന്നുണ്ട്. എന്നിട്ടാണ് പിന്നീട്, അതായത് പത്രോസും യോഹന്നാനും ഓടി കല്ലറയിലേക്ക് വരുന്ന ആ ഭാഗമൊക്കെയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, കല്ലറയുടെ വെളിയിൽ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു എന്ന് പറയുന്ന സംഭവം കാണുന്നുണ്ട്. എന്താണെങ്കിലും കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതുന്നിടത്ത് വ്യക്തമായും 2 ചോദ്യങ്ങൾ ഈശോ ചോദിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. യോഹന്നാനോട് ചോദിച്ച ചോദ്യവും മഗ്ദലന മറിയത്തോട് ചോദിച്ച ചോദ്യവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യോഹന്നാൻ ഇത് കൃത്യമായും ബോധ്യമുണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് ഈ 2 ചോദ്യങ്ങൾ. അതായത് 1-ാം അധ്യായത്തിലെ 38-ാം വാക്യത്തിൽ സ്നാപയോഹന്നാൻ തന്റെ ശിഷ്യന്മാരായ യോഹന്നാനോടും അന്ത്രയോസിനോടൊക്കെ ആയിട്ട് പറയുകയാണ്,
ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവങ്ങളൊക്കെ നീക്കാനായിട്ട് കടന്നു വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണല്ലോ, അത് ഇവനാണ് എന്ന് ഈശോയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ഈശോയുടെ പുറകെ നടന്നു തുടങ്ങുന്ന മാത്രയിൽ ഈശോ തിരിഞ്ഞു നിന്നിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 1-38 വാക്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നീയൊക്കെ എൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണം? ഇതാണ് ഈശോ നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം പിടികിട്ടും. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്, ലിസ്റ്റാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈശോ യോഹന്നാനോട് ചോദിച്ചാൽ നമ്മളോട് ചോദിക്കാം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? എന്നാൽ ഒരു പുരോഗതി സംഭവിച്ച് ഈ സുവിശേഷം അങ്ങോട്ട് പുരോഗമിച്ചു പോയി അവന്റെ സെക്കൻഡ് ലാസ്റ്റ് അധ്യായത്തിലെത്തുമ്പോൾ 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ മഗ്ദലന മറിയത്തോട് ചോദിക്കുന്നത് ഈ ചോദ്യമല്ല, വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയൊക്കെ മാറ്റി വെച്ചിട്ട് ഈശോയോടുള്ള സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങുകയാണ്. വചനം വായിക്കുകയും ഈശോ എന്താ നമ്മളോട് പറയുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുന്ന കാര്യം, നീ ആരെ അന്വേഷിക്കുന്നത്? എന്നെ അന്വേഷിക്കുന്നു, എന്നോടുള്ള സ്നേഹമാണോ എന്ന് ഈശോ നമ്മളോട് ചോദിക്കുക. ഇതാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിൽ യോഹന്നാനോട് ചോദിച്ച ചോദ്യവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മഗ്ദലന മറിയത്തോട് ചോദിച്ച ചോദ്യവും തമ്മിൽ ഈ സ്നേഹത്തിന്റെ വ്യത്യാസത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈശോ ചോദിക്കുകയാണ്, നീ ആരെയാ അന്വേഷിക്കുന്നത്? അപ്പോൾ മഗ്ദലന മറിയത്തിന്റെ ഇങ്ങനെ ആരെ അന്വേഷിക്കുന്നത് എന്നുള്ള പേരൊന്നും പറയുന്നത്, മഗ്ദലന മറിയം പറയും, നീയാണോ അവനെ എടുത്തുകൊണ്ട് പോയത്? അങ്ങനെ പറ, എവിടെ വെച്ചേക്കുന്നതെന്ന്, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് മഗ്ദലന മറിയം പറയുമ്പോഴാണ് നമുക്ക് ഈ എന്തുകൊണ്ട് ഈശോയെ പിടിയിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ഈശോ പറയുകയാണ്, ഈശോ അവളെ വിളിക്കുകയാണ്, മറിയം. നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു എന്ന് നല്ല ഇടയനെ കുറിച്ച്, താൻ നല്ല ഇടയനാണെന്നെ കുറിച്ച് ഈശോ വിശദീകരിക്കുന്ന സുവിശേഷ ഭാഗത്ത് വ്യക്തമായി പറയുന്ന വസ്തുതയാണ്, ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, അവ എന്നെ അറിയുന്നു, എന്നെ അനുഗമിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈശോ മറിയം എന്ന് വിളിക്കുന്ന ഉടനെ തന്നെ മറിയം തിരിച്ചു വിളിക്കുകയാണ്, റബ്ബോനി, റബ്ബോനി. സുവിശേഷം ആദ്യ ഭാഗത്ത് യോഹന്നാൻ വിളിക്കുന്ന വിളിയുണ്ട്, റബ്ബി, ഗുരു എന്നർത്ഥം. റബ്ബോനി, മൈ മാസ്റ്റർ, എൻ്റെ ഗുരുവേ എന്നർത്ഥം. നമ്മളിങ്ങനെ ആ ഒരു വാക്കുകളുടെ വ്യത്യാസത്തെ പര്യാവർത്തി നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ റബ്ബോനി എന്ന് വിളിക്കുന്ന വിളി, ആ വിളിയിലെല്ലാം ഉണ്ട്. ഉടനെ ഈശോ അവളോട് പറയുന്ന വാക്യം ശ്രദ്ധേയമാണ്. ഇങ്ങനെ റബ്ബോനി എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് മേ ഹാവ് ടു എന്ന വാക്കാണ് നമ്മൾ പണ്ട് ബൈബിളിൽ അവതരിപ്പിച്ചിരുന്നത്. അതായത് നീ എന്നെ സ്പർശിക്കരുതേ, അഥവാ ഇതിനേക്കാൾ വ്യക്തമായൊരു അർത്ഥം എന്ന് പറയുന്നത്, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കരുതേ, ഞാനിതുവരെ പോയിട്ടില്ല, പിതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിന്റെ സ്നേഹം എന്നെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. അത്രമേൽ അഗാധമാണ് നിന്റെ സ്നേഹം എന്ന് പറയുന്ന ഈശോയുടെ വാക്യം അത്ര മനോഹരമാണത്. സുവിശേഷത്തിൽ മറ്റൊരിടത്തും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈശോ അങ്ങനെ ഒരു വാക്യം ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. മഗ്ദലന മറിയത്തിന്റെ അഗാധമായ ക്രിസ്തു സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, തൻ്റെ ഗുരുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം എത്ര കണ്ട് വലുതാണെന്ന് അവതരിപ്പിക്കുന്ന സുവിശേഷമാണിത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു മിസ്റ്റിക്കൽ ലവ്, നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് മഗ്ദലന മറിയം ഈശോ ബന്ധം എന്ന് പറയുന്നത്. നമ്മളറിയാം, ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ഡാൻ ബ്രൗണിന്റെ നോവലും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും അതിന് സഭ നൽകിയ അല്ലെങ്കിൽ സഭാ പഠനങ്ങളിലൂടെ നൽകപ്പെട്ട മറുപടിയും ഒക്കെ നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പക്ഷെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലുമൊക്കെ, ഈ കസാന്തിസാക്കസിന്റെ പുസ്തകത്തിലുമൊക്കെ അത്തരത്തിലുള്ള ലിഖിതങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചനയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം അതൊന്നും യാഥാർത്ഥ്യമല്ല. ഈശോ അങ്ങനെ ഒരു ലെസ്റ്റിന്റെ പുറകെ പോകുന്ന ഒരാളല്ല. അത് ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്. അവന് ദൈവ ചൈതന്യത്തിലുള്ള സ്നേഹം കരുണയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ കരുണാദ്ര സ്നേഹത്തിൽ നിന്നും മതിയാകുവോളം നുകർന്ന മഗ്ദലന മറിയം അവനെ പ്രാണന് തുല്യം സ്നേഹിച്ചത് കൊണ്ട് അവനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ദിവസം ഒരു മിസ്റ്റിക്കൽ ലവ്, ഒരു വിശുദ്ധ ഫൗസ്റ്റീനായിക്കും അമ്മ ത്രേസ്യയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതാണ് ഈ മിസ്റ്റിക്കൽ ലവ് എന്ന് പറയുന്നത്. ഇങ്ങനെ പുരുഷന്മാർക്കുണ്ടായിരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന മിസ്റ്റിക്കൽ, അക്കിനോസിനൊക്കെ ഉണ്ടായിരുന്നു പറയുന്ന ഒരു മിസ്റ്റിക്കൽ ലവ് ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ പ്രാണപ്രിയനോട് തോന്നുന്നൊരു
പ്രണയം എന്നൊക്കെ വിളിക്കാവുന്ന ഫിലോകാലിയ, ആത്മീയ പ്രണയം എന്നൊക്കെ പറയാവുന്ന ആ ഒരു 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 വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എന്നാൽ തീ പിടിച്ച അല്ലെങ്കിൽ അസ്ഥിക്ക് പിടിച്ച ഒരു സ്നേഹം ദൈവത്തോട് തോന്നുന്നുണ്ടോ? അതോ എൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഞാൻ ദൈവത്തെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ? ഇതാണ് നമുക്ക് മുമ്പിൽ മഗ്ദലന മറിയം ഉന്നയിക്കുന്ന ചോദ്യം. നമ്മുടെ ആത്മീയതയെ കുറെ കൂടി സ്നേഹത്തിന്റെ ആ ഒരു എന്താണ് സ്നേഹത്തിന്റെ തിളക്കമുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി, സ്നേഹത്തിന്റെ തിളക്കമുള്ളൊരു ബന്ധം ഞാനും ക്രിസ്തുവും തമ്മിലുണ്ടാകുന്നതിന് വേണ്ടി, നമ്മളും ക്രിസ്തുവും തമ്മിലുണ്ടാകുന്നതിന് വേണ്ടി മഗ്ദലന മറിയത്തിന്റെ മാധ്യസ്ഥ്യം ആവശ്യം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആ സ്നേഹ ചൈതന്യത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമായി മാറ്റാതെ അല്ലെങ്കിൽ ചുരുക്കി കളയാതെ ഈശോയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാക്കി ജ്വലിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഗ്ദലന മറിയത്തിന്റെ തിരുനാളിന്റെ ആശംസകൾ. ഫ്രാൻസിസ് പാപ്പ മഗ്ദലന മറിയത്തെ വിളിക്കുന്നത് അപ്പോസ്റ്റൽ ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്നൊക്കെയാണ്, അപ്പോസ്റ്റലന്മാരുടെ അപ്പോസ്റ്റല. കാരണം ഈശോ ഉയർത്തു എന്നുള്ള സദ്വാർത്ത അപ്പോസ്റ്റലന്മാരെ അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് മഗ്ദലന മറിയ. അപ്പോസ്റ്റലന്മാര് സദ്വാർത്ത കേട്ടത് മഗ്ദലന മറിയത്തിൽ നിന്നായതുകൊണ്ട് മറ്റൊരർത്ഥം കൂടി ഉള്ളത്, ഈ പറഞ്ഞ അപ്പോസ്റ്റലന്മാരെക്കാളെല്ലാം അധികമായി മഗ്ദലന മറിയം ഈശോയെ സ്നേഹിച്ചു. അതുകൊണ്ട് അപ്പോസ്റ്റലന്മാരുടെ ഒരു നേതാവ്, രാജ്ഞി എന്ന് പറഞ്ഞ മാതാവാണ്, നേതാവായി നമുക്ക് കണക്കാക്കാവുന്ന അപ്പോസ്റ്റലന്മാരുടെ അപ്പോസ്റ്റലയായി മഗ്ദലന മറിയത്തെ നമുക്ക് സഭ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വിശുദ്ധയുടെ മാധ്യസ്ഥനെ അയച്ച് ഈശോയോടുള്ള സ്നേഹത്തിൽ കുറെ കൂടി തീഷ്ണതയുള്ളതായി നമ്മുടെ ജീവിതം മാറുന്നതിന് വേണ്ടി കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.